ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സുബാൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഞാൻ മാത്രമല്ല, ഒമറും ഉണ്ട്. അപ്പോൾ ഞാനും ഒമറും കൂടെയാണ് ഇന്ന് ഫുഡ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര പാനിപ്പൂരി കഴിച്ച് തീർക്കും എന്നുള്ളതാണ് നമ്മൾ ബേസിക് ഐഡിയോളജി. അപ്പോൾ 20 പാനിപ്പൂരിയാണ് നമ്മൾ ലിമിറ്റ് വെച്ചത്, നമ്മൾ അത്ര കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ എത്ര ആദ്യം ആരാണോ കഴിച്ച് തീർക്കുന്നത് അത് വെച്ച് നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ആദ്യം ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് പോവാം. സോ ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാനിപ്പൂരി. ഇത് ഓൾറെഡി നമ്മളിതിവിടെ കുറച്ച് എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതേ കുറേ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ കൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. സോ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് പാനിപ്പൂരി ഫുള്ളൂടെ സെറ്റാണ്. പക്ഷേ അതിൻ്റെ ഉള്ള കൂട്ടാണ് ഇതൊരു അതിൻ്റെ അകത്ത് ഇരുന്നൊരു കൂട്ടാണ്. കിഴങ്ങും ബാക്കി സവോളയും ലൈക്ക് കൊറിയാൻഡർ ലീഫൊക്കെ വെച്ചിട്ട്. പിന്നെ നമുക്കിതൊരു ഓംപൊടി പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ഓംപൊടി എന്നാണ് പറയുന്നത്, പക്ഷേ ഇതൊരു മിക്സർ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതും പിന്നെ നമുക്കതേ പുളിയുടെ ഒരു സിറപ്പും ഉണ്ട് കണ്ടോ. ഇത് അല്ലാതെ നമുക്ക് ഓൾറെഡി ഒരു വെള്ളം ഇതിൻ്റെ കൂടെ ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റേ എടുക്കുന്നുള്ളൂ. ഫ്രിഡ്ജിലാണ് അത്, അപ്പോൾ ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. നമുക്ക് നേരെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ. സോ ഗൈസ്, എനിക്കിത് അമ്മയാണ് ഇവിടെ ഇത് പൊളിച്ചൊക്കെ തരുന്നത്. ഇനി നമുക്ക് ഈ കാണുന്ന കൂട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. നമ്മൾ താഴെ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ താഴെ പോയിട്ടായിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ബിഫോർ ദാറ്റ് നമ്മളിത് ഇവിടെ നിന്ന് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെ പോകും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഒരു എൻഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് കറക്റ്റ് 20 ഉണ്ട്. ഒരു സെറ്റ് 4 വെച്ച് കറക്റ്റായിട്ട് 5 സെറ്റ് വെച്ച് 20 എണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കൂട്ടുകളൊക്കെ നമ്മൾ ഇനിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കൂട്ട് വയ്ക്കാം. ഗൈസ്, ഇതാണ് നമ്മളിത് കൂട്ട് വയ്ക്കുന്നതിൻ്റെ അകത്ത്. ആദ്യം നമ്മൾ ആ കിഴങ്ങിൻ്റെ കൂട്ട് വയ്ക്കും, എന്നിട്ടായിരിക്കും നമ്മളത് ഈ ഒരു സോസ് ഇടാൻ പോകുന്നത്. നമ്മളത് സോസ് ഏകദേശം ഒഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ്ചർ പോലത്തെ ഒരു സംഭവം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരെണ്ണം ഫില്ലാകും. ഗൈസ്, ഇതുപോലെ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നേരെ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ നേരത്തെ ആ പാനിപ്പൂരി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് 20 എണ്ണം ഉണ്ട്. ഒരു സെറ്റ് ചെയ്ത് 4 വെച്ച് നമ്മളൊരു 20 സെറ്റ് ഇവിടെയും 20 അപ്പുറത്തും. ഇത് നമുക്ക് ലൈക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഞാനും ഒമറിൻ്റെ ആ കസേര ഇരുന്നുകൊണ്ടായിരിക്കും നമ്മളിത് കഴിക്കാൻ പോകുന്നത്. ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോൺ വേണം. അപ്പോൾ ഫോൺ എടുക്കാൻ ഒമറ് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് വന്നേ നമ്മൾ നേരെ ചലഞ്ചിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനും ഒമറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ അത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ പാനിപ്പൂരി ചാലഞ്ചൊന്നും ചെയ്തിട്ടില്ല, വീഡിയോക്കായിട്ടും ചെയ്തിട്ടില്ല, അല്ലാതെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഒമറും ആദ്യമായിട്ടാണ് ചാലഞ്ചിൽ. അപ്പോൾ അവനും ഞാനും ഇങ്ങനെ ഒരു എന്താ പറയുക ആലോചിച്ചിട്ടൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മുക്കുക, കഴിക്കുക, എത്ര പെട്ടെന്ന് നമ്മൾ കഴിക്കുമോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒമർ റെഡി അല്ലേ? ഞാൻ ജയിക്കുന്നതാണോ? ഉറപ്പ്. ഉറപ്പാണോ? അത് നമുക്ക് നോക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ 3, 2, 1 ഗോ. കണ്ട സമയത്ത് ഇക്കളോ ഗൈസ്. തിന്നപ്പോൾ ഞാൻ തിന്നാ എന്നെ കൊണ്ട് പോയി തിന്നുകൊണ്ട അപ്പോഴേ പറഞ്ഞു അല്ല ഗൈസ്. കുറച്ച് ഇരുന്ന് എടുക്കുന്ന എരിയുള്ളൂ. മൊത്തത്തിൽ എരിവാണ് ഗൈസ്. എന്തോടെ അയ്യാ. നന്നായിട്ട് എരിയുന്നു ഗൈസ്. റെസ്റ്റ് എടുത്താ എടുക്കണത്തണ്ടി കഴിക്കല്ലേ?
എന്നിട്ട് അത് ബാക്കി വേണം ഒന്ന് അടുത്തൊരു എത്തി കിട്ടും. കഴിച്ചോ കഴിച്ചോ? ഇല്ല എന്നെ കൊണ്ടതിൻ്റെ പറ്റൂല, ഞാൻ നിർത്തി. സുബ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ല. തോറ്റ്. ടൈമൊന്ന് സ്റ്റോപ്പാക്കിയ എത്രയായിരുന്നു? 4 മിനിറ്റ് തീർത്തോ? 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ. 4 മിനിറ്റ് ആയോ? 5 മിനിറ്റ്. പിന്നെ എന്തോ ഫുഡ് ചാലഞ്ച് ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. അല്ലെന്ന് തോന്നുന്നു ഡിയാന്ന് പറഞ്ഞു, അവൻ തന്നെ ജയിച്ചു ഗൈസ്. ഓടാ ഇടയ്ക്ക് KFC ചലഞ്ച് ഉണ്ട്, എന്നെ വിളിച്ചില്ല. അത് വിളിച്ചിരുന്നേ അത് ഞാൻ ജയിച്ചു തരാം. ഇല്ല ഗൈസ്, അത് ഞാൻ ചിലപ്പോൾ ജയിക്കില്ലായിരുന്നു. ഇല്ല. എനിക്ക് ഇനി 7 ഉണ്ട് ഗൈസ് കഴിക്കാൻ. 7 പറ്റുന്നില്ല. ഇത് എങ്ങനെ 20 കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചു. ഞാൻ കഴിച്ചതാ, ഹെവി ആയിട്ട് കഴിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത് ഒതുക്കാൻ പറ്റില്ല, ഇത് കുറച്ചുകൂടെ വേണ്ടി വന്നു. തോറ്റ് ഗൈസ്. ഞാൻ ഈ പരിപാടി നിർത്തിയാലോ എന്ന് ആലോചിക്കും. ശരി ഗൈസ്. പിന്നെ തോറ്റു. അവനാണ് ഗൈസ് ജയിച്ചത്. ഞാൻ ആക്ച്വലി ചെയ്താലെന്ന് വിചാരിച്ചത്, പക്ഷെ അവൻ എന്തുകൊണ്ടോ അവൻ ആദ്യമേ പറ്റണ പരിപാടിയൊന്നുമില്ല. എന്തിനാണ് നോക്കിയോ, അടുത്ത ഫുഡ് ചാലഞ്ചായിരുന്നു ഞാൻ അവനായിട്ട് വരും ഗൈസ്. അത് ഞാൻ ജയിക്കും. നെവർ, അതെങ്കിലും ഞാൻ ജയിക്കും. നെവർ വിൻ അല്ല ഗൈസ്. ഞാൻ അവനെ ഒരിക്കലും നെവർ വിൻ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇത് അവൻ ജയിച്ചോട്ടെ, പാവം എൻ്റെ അനിയനല്ലേ, അവൻ ജയിച്ചോണ്ട് പോട്ടെ. അതൊരു പാനിപ്പൂരി അല്ലേ. പക്ഷേ വിഷമം പോട്ടെ അങ്ങനത്തെ അല്ല. പക്ഷേ നമ്മളടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും ഗൈസ്. അപ്പോൾ അത് എങ്ങനത്തേതൊന്നും എനിക്കറിയില്ല. അത് ചിലപ്പോൾ നമ്മളൊരു ഡെയിലി വ്ളോഗ് ആയിരിക്കാം, ഞാൻ ഒമ്പത് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് ചാലഞ്ച് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇനിയും ഫുഡ് ചാലഞ്ച് വെച്ചാൽ എനിക്ക് അവനെ കിട്ടണം. 4 ആൾ കൂടുന്നിടത്ത് എനിക്ക് അവന് പിന്നെയും കിട്ടണം. അപ്പോൾ എനിക്ക് പറയാനുള്ള അപമാനിച്ചു വിടാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല രാമ, ഇനിയുമുണ്ട് ബാക്കി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുബാൻസ്.